വാട്സപ്പിൽ നമുക്ക് പ്രിയപ്പെട്ടവരോട് കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും വോയിസ് കോൾ ചെയ്യാനും എല്ലാം സാധിക്കുന്ന ഫീച്ചറുകൾ നമുക്കറിയാൻ സാധിക്കും. എന്നാൽ വാട്സപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കാമുകിയോ കാമുകൻ ആരുമാകട്ടെ അവരുടെ വാട്സപ്പിലൂടെ അവർ ആർക്കെല്ലാം വിളിക്കുന്നുണ്ട്, വീഡിയോ കോൾ ആർക്കെല്ലാം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വോയിസ് കോൾ ആർക്കെല്ലാം ചെയ്യുന്നുണ്ട്, ആരെല്ലാം അവർക്ക് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അത് അവർ ഡിലീറ്റ് ചെയ്താൽ പോലും നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിൽ വാട്സപ്പിനകത്തുള്ള ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വാട്സപ്പ് തന്നെ നമുക്ക് നൽകുന്ന ഒരു സൗകര്യമാണ്. നമ്മുടെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരികയും ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഡിലീറ്റ് മൈ അക്കൗണ്ട് എന്ന് കാണുന്നതിന് തൊട്ട് മുകളിലായിട്ട് റിക്വസ്റ്റ് അക്കൗണ്ട് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും റിക്വസ്റ്റ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ. നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ റിപ്പോർട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വാട്സപ്പ് ടീമിന് നമ്മൾ ഈ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തെ സമയത്താണ് അവർ നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ 3 ദിവസത്തെ കൊണ്ട് നിങ്ങളുടെ ആ റിപ്പോർട്ട് അവർ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ റിക്വസ്റ്റ് റിപ്പോർട്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിക്വസ്റ്റ് സെൻഡ് ആയിട്ടുണ്ട്, റെഡി ബൈ 27 ജൂൺ. അതായത് ഇന്നിപ്പോൾ നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ 24 അപ്പോൾ ജൂൺ 27 3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിക്വസ്റ്റ് അവർക്ക് സെൻഡ് ആകും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തരും. ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റൊരു വാട്സപ്പിൽ അങ്ങനെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ഇന്നലെ ആ ഒരു റിക്വസ്റ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഞാൻ എൻ്റെ മറ്റൊരു വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് റിക്വസ്റ്റ് ഇൻഫോ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡൗൺലോഡ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷൻ. അതായത് 111 KB ആണ് ഈ ഒരു ഫയൽ ഉള്ളത്. ഇപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വന്നതാണ്. ഞാനത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇപ്പം കാണാൻ സാധിക്കും ആ ഒരു ഫയൽ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ. ഇപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വന്നിരിക്കുകയാണ്. എക്സ്പോർട്ട് റിപ്പോർട്ട് എന്ന ഓപ്ഷനും ഡിലീറ്റ് റിപ്പോർട്ട് എന്നൊരു ഓപ്ഷനും. ഇവിടെ എക്സ്പോർട്ട് റിപ്പോർട്ട് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്തു. ഇവിടെ എക്സ്പോർട്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പിലേക്ക്, അതായത് നിങ്ങൾ ആരുടെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടെങ്കിൽ നിങ്ങൾ അയാളുടെ വാട്സപ്പിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. ഇത് നിങ്ങളുടെ വാട്സപ്പിലേക്ക്, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ ഒരു വാട്സപ്പിലേക്ക് തന്നെ ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ഫയൽ ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതുപോലെ നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും ഒരു ആപ്സ് കാണാൻ സാധിക്കും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ആക്സസ് പോർട്ടബിലിറ്റി 2 ഓപ്ഷൻ. ഇവിടെ ആക്സസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു ആക്സസ് ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ വാട്സപ്പിൻ്റെ പൂർണ്ണമായ ഇൻഫോർമേഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്. റിപ്പോർട്ട് ജനറേറ്റഡ് ടൈം, നമ്മൾ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അയച്ച ടൈം, നമുക്ക് ആ റിപ്പോർട്ട് ജനറേഷൻ ചെയ്ത ടൈം, അതുപോലെ തന്നെ റിപ്പോർട്ട് റിക്വസ്റ്റ് ചെയ്ത സമയം, നമ്മൾ ഏത് നമ്പറിൽ നിന്നുള്ള ഡീറ്റെയിൽസ് ആണ് അന്വേഷിച്ചത്, ആ ഒരു അക്കൗണ്ടിൻ്റെ പേരെന്താണ്, അയാൾ കൊടുത്ത പേരെന്താണ്, അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത വർഷം, സമയം, അതുപോലെ തന്നെ ഓൺലൈൻ നമ്മൾ ചെയ്തിരുന്ന സമയത്ത് ലാസ്റ്റ് സമയത്തുണ്ടായിരുന്ന ഓൺലൈൻ സമയം, അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ അവർ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ആപ്ലിക്കേഷൻ വേർഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളാണ് ഈ ഒരു നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അബൌട്ടിൽ എന്താണ് എഴുതിയത്, അതുപോലെ തന്നെ അബൌട്ട് സെറ്റ് ചെയ്ത ടൈം, നമ്മുടെ പ്രൊഫൈൽ പിക്ചറുകൾ, അത് അപ്ലോഡ് ചെയ്ത സമയങ്ങൾ, നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളത്, നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഈ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ളതാണ് നമ്മൾ പറഞ്ഞ കോളിങ്ങും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തുള്ള നമ്പറുകൾ. നമുക്ക് നമ്പറുകളെല്ലാം ഇതിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ആ ഒരു ഗ്രൂപ്പ്, ആ ഒരു വാട്സപ്പിലെ ആൾ ഉപയോഗിക്കുന്ന ഗ്രൂപ്പുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവരുടെ വാട്സപ്പിലുള്ള ഗ്രൂപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെറ്റിങ്സ് നമ്മൾ എന്തെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാൻ സാധിക്കും. നമ്മുടെ സെറ്റിങ്സിൽ നമ്മൾ ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, പ്രൊഫൈൽ പിക്ചർ ആരെല്ലാം കാണണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അബൌട്ട് പ്രൈവസി കാര്യങ്ങളെല്ലാം അവർ ബ്ലോക്ക് ചെയ്ത നമ്പറുകൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ടീമിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് അവർ അയച്ചു തരുന്ന ഇൻഫോർമേഷനാണിത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വാട്സപ്പിലുള്ള ഡീറ്റെയിൽസുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. വേണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ്.
അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.